പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തിനടുത്തുള്ള കൽപ്പാക്കം എന്ന തീരദേശ പട്ടണത്തിലേക്ക് ഏതാണ്ട് 650 കിലോമീറ്ററോളം ദൂരമുണ്ട്. റോഡ് മാർഗം കുറഞ്ഞത് 13 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. കൊല്ലം കൽപ്പാക്കം റൂട്ട് നാളത്തെ ഹോർമസ് കടലിടുക്കാണ്. കൊല്ലത്ത് നിന്ന് കൽപ്പാക്കത്തേക്കുള്ള വഴി തടസ്സപ്പെട്ടാൽ നാളെ ലോകത്തിൻ്റെയാകെ ചലനം സ്തംഭിക്കാം. ഒരൽപ്പം അതിശയോക്തിയുണ്ടെങ്കിലും ഇപ്പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾക്കുമേൽ നിഴൽ വീഴ്ത്തുന്ന യുദ്ധവിമാനങ്ങൾ, ഗ്യാസ് പൈപ്പ് ലൈനുകൾക്ക് വേണ്ടിയുള്ള വൻ ശക്തികളുടെ വിലപേശലുകൾ, ഇന്ധനവില വർധനവിൽ തകരുന്ന സമ്പദ് വ്യവസ്ഥകൾ, ഇതാണ് ഇന്നത്തെ ലോകചിത്രമെങ്കിൽ ഈ ബഹളങ്ങൾക്കിടയിൽ ആരും കൊട്ടിഘോഷിക്കാതെ ഇന്ത്യ ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മൾ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പുതിയ ഗ്യാസ് പൈപ്പ് ലൈനുകൾക്കായി ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല. പകരം സ്വന്തമായി ഇന്ധനം നിർമ്മിക്കാനുള്ള നിലപാട് തറ ഒരുക്കിയിരിക്കുന്നു. നാളെ ലോകത്തെയാകെ നിയന്ത്രിക്കുന്ന പുതിയ ക്രൂഡ് ഓയിലായ ആണവ ഇന്ധനത്തിൻ്റെ ഒരിക്കലും വറ്റാത്ത ഒരു അക്ഷയപാത്രം നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 6-ാം തീയതി രാത്രി 8:25. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. കടലലകൾ ആർത്തലയ്ക്കുന്ന കൽപ്പാക്കത്തെ തീരത്ത് ഇന്ത്യ നിശബ്ദമായി ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഊർജ്ജമേഖലയിൽ ലോകത്തിൻ്റെ ഗൾഫായി വരും നാളുകളിൽ നമ്മുടെ രാജ്യത്തെ പൊസിഷൻ ചെയ്യാൻ പോകുന്ന വലിയ കണ്ടുപിടുത്തം. ഇന്ത്യയുടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിൻ്റെ ആ വിളംബരം നിങ്ങൾ കേട്ടു. തമിഴ്നാട്ടിലെ കൽപ്പാക്കം ആറ്റമിക് പവർ സ്റ്റേഷനിലെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അതിൻ്റെ ആദ്യ ക്രിറ്റിക്കാലിറ്റി കൈവരിച്ചിരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ആണവ റിയാക്ടർ ജീവൻ വയ്ക്കുന്ന നിമിഷം. നിയന്ത്രിതമായ ഒരു ചെയിൻ റിയാക്ഷനിലൂടെ ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഇതാ ഊർജത്തിൻ്റെ മഹാരഹസ്യം അനാവരണം ചെയ്തിരിക്കുകയാണ്. റഷ്യ കഴിഞ്ഞാൽ ഈ ടെക്നോളജി സ്വന്തമായുള്ള ലോകത്തെ ഏകരാഷ്ട്രം, അതാണ് ഇന്ന് ഇന്ത്യ. കോടികൾ ചെലവിട്ടിട്ടും അമേരിക്കയ്ക്കും ഫ്രാൻസിനും ഉൾപ്പെടെയുള്ള വമ്പന്മാർക്ക് തൊടാൻ പോലുമാകാതെ പിന്തിരിയേണ്ടി വന്ന അതേ ടെക്നോളജി, കഠിനാധ്വാനവും ലക്ഷ്യബോധവും കൊണ്ട് ഇന്ത്യ നേടിയ കഥയാണിത്. അസാധാരണമായ ഒരു നേട്ടം ഇന്ത്യയുടെ തലവര എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് പറയാം. ഇന്ന് ലോകത്തെ 3ാമത്തെ വലിയ എനർജി ഉപഭോക്താവാണ് നമ്മുടെ രാജ്യമെന്നറിയാമല്ലോ. ഇൻഡസ്ട്രിയലൈസേഷനും ഏർബണൈസേഷനും നമ്മുടെ ഊർജ്ജ ആവശ്യത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. 3 ഏരിയകളിലേക്കാണ് പ്രധാനമായും നമുക്ക് ഊർജം ക്രിറ്റിക്കലാകുന്നത്. വൻകിട ഫാക്ടറികൾ ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രികൾ പ്രവർത്തിപ്പിക്കുവാൻ 40% എനർജി വേണം. വീടുകളിലെ കറണ്ടിന് 24% എനർജി വേണം. വണ്ടികളിൽ ഡീസലും പെട്രോളുമായി 17% എനർജി വേണം. ഇങ്ങനെ പോയാൽ 2030 ആകുമ്പോഴേക്ക് രാജ്യം ചലിക്കാൻ 150 കോടി ടൺ ഓയിൽ വേണം. 12 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ഇതിനു വേണ്ടിവരും. ഈ തുകയുടെ വലിപ്പം മനസ്സിലായോ? റോഡ്, റെയിൽ, നഗരവികസനം തുടങ്ങി ഒരു വർഷം നമ്മുടെ രാജ്യം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായി വകയിരുത്തിയിരിക്കുന്ന തുകയോളം വരുന്ന സംഖ്യ. അത്രയും നമുക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ചെലവഴിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ രാജ്യത്തെ ഇന്നും വേട്ടയാടുന്ന സത്യം. ആ തുക നമ്മൾ ലാഭിക്കാൻ പോകുന്നു. 10-20 വർഷം എടുക്കും, പക്ഷേ അതിനുള്ള തൈ വെച്ച് കഴിഞ്ഞു. അതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. എന്താണ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് മനസ്സിലാക്കിയാലേ ഈ നേട്ടം ഇത്രമേൽ സവിശേഷമാകുന്നത് എന്താണെന്ന് ബോധ്യമാകൂ. സാധാരണ ആണവ റിയാക്ടറുകൾ ഇന്ധനം കത്തിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ ഇന്ധനം തീരുന്ന മുറയ്ക്ക് പുതിയത് നിറയ്ക്കണം. എന്നാൽ കൽപ്പാക്കത്തുള്ള ഈ അത്ഭുത റിയാക്ടർ ചെയ്യുന്നത് മറ്റൊന്നാണ്. ഇത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, നമ്മളൊരു കാറിൽ 10 ലിറ്റർ പെട്രോൾ അടിച്ച് യാത്ര പോകുന്നുവെന്ന് കരുതുക. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ടാങ്കിൽ 12 ലിറ്റർ പെട്രോൾ ബാക്കിയുണ്ടായാൽ എങ്ങനെയുണ്ടാകും? അതൊരു മാന്ത്രികതയല്ലേ? ആ മാന്ത്രികതയാണ് നമ്മുടെ ആണവശാസ്ത്രജ്ഞന്മാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവായ ഡോക്ടർ ഹോമി ജെ ഭാഭയുടെ ദീർഘവീക്ഷണം. 60 വർഷം മുമ്പേ അദ്ദേഹം വിഭാവനം ചെയ്ത രാജ്യത്തിൻ്റെ ആണവ പദ്ധതി 3 ഘട്ടങ്ങളുടേതായിരുന്നു. 1-ാം ഘട്ടം, സാധാരണ യുറേനിയം ഉപയോഗിച്ച് ഊർജവും പ്ലൂട്ടോണിയവും ഉണ്ടാക്കുന്നു, അതായത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. 2-ാം ഘട്ടം എന്നത് നേരത്തെ പറഞ്ഞ 1-ാം ഘട്ടത്തിൽ നിന്നുണ്ടായ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അഥവാ PFBR പ്രവർത്തിപ്പിക്കുന്നു.
ഇത് വൈദ്യുതി ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള ഊർജ ആവശ്യങ്ങൾ നേടുന്നതിനൊപ്പം കൂടുതൽ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നേട്ടമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൈവരിച്ചത്. ഇനി നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്ത്യയുടെ കൈവശമുള്ള അതിവിപുലമായ തോറിയം നിക്ഷേപത്തെ ഇന്ധനമാക്കി മാറ്റി നൂറ്റാണ്ടുകളോളം നീണ്ടുനിൽക്കുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. ഈ 3 ഘട്ടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ പാലമാണ് കൽപ്പാക്കത്തെ റിയാക്ടർ. ഇത് വിജയിച്ചതോടെ തോറിയം എന്ന മാന്ത്രിക മണൽ ഇന്ത്യയുടെ ഊർജഭാവിയായി മാറുകയാണ്. ഇവിടെ എന്താണ് ഏറ്റവും ശ്രദ്ധേയവും വിസ്മയവും എന്നറിയാമോ? ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി എന്നത് ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ സയന്റിഫിക് ഏരിയയാണ്. വമ്പന്മാരായ അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ, ബ്രിട്ടൻ തുടങ്ങിയവരെല്ലാം ബില്യൺസ് ഇറക്കി കളിച്ച് പരാജയപ്പെട്ട പരീക്ഷണമാണ്. ആ വൻ ശക്തികൾ തോറ്റു പിൻവാങ്ങിയിടത്താണ് ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞർ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നത്. അതത്ര എളുപ്പമായിരുന്നില്ല. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യം അത്യുഷ്ണത്തിൽ തിളയ്ക്കുന്ന ലിക്വിഡ് സോഡിയം കൈകാര്യം ചെയ്യാനുള്ള ടെക്നോളജിയാണ്. ലിക്വിഡ് സോഡിയം തണുപ്പിക്കാനായി വേണ്ട ടെക് എക്സ്പേർട്ടിലാണ് അമേരിക്ക പോലും അടിയറവ് പറഞ്ഞത്. നിലവിൽ റഷ്യയ്ക്ക് മാത്രമാണ് വാണിജ്യപരമായി ഉപയോഗിക്കാവുന്ന ഇത്തരം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉള്ളത്. അവിടെയാണ് ഇന്ത്യയുടെ നേട്ടം പ്രസക്തമാകുന്നത്. 20 വർഷത്തിലധികം നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഫലമാണത്. ആരോടും ഒരു ടെക്നോളജിയും കടം ചോദിക്കാതെ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എഞ്ചിനീയറിംഗ് വിസ്മയം. ലോകത്ത് ആരും പരീക്ഷിച്ച് വിജയിക്കാത്ത ഒരു സാങ്കേതിക വിദ്യ. 0 നിന്ന് വികസിപ്പിച്ചെടുത്ത ബ്രില്യൻസ്. അതുകൊണ്ടാണ് ദ ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത് ഊർജ്ജരംഗത്ത് ലോകത്തെ തന്നെ ചരിത്രപരമായ നേട്ടമാണിതെന്ന്. ഇന്ത്യ ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ടത് സങ്കീർണമായ സെൻസറുകൾ നിർമ്മിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമാണ്. കാരണം ആണവ പദ്ധതിയാണ്. എന്നാൽ അത്തരം വെല്ലുവിളികളെ നമ്മുടെ ശാസ്ത്രജ്ഞർ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ടെക്നോളജി കൊണ്ട് മറികടക്കാനായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലഭിച്ച ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും നയപരമായ പിന്തുണയും ഈ പദ്ധതിക്ക് വേഗം കൂട്ടിയെന്ന് ഇന്ത്യൻ ആറ്റമിക് റിസർച്ച് സെന്ററായ IGCR ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാർ ജി പിള്ളൈ പറയുന്നു. നിലവിലെ 8 ഗിഗാവാട്ടിൽ നിന്നും 100 ഗിഗാവാട്ട് ആണവോർജ ഉൽപ്പാദനം എന്ന രാജ്യത്തിന്റെ ലക്ഷ്യം ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി വികസനം കൊണ്ട് വേഗത്തിലാക്കും. ഇക്കഴിഞ്ഞ ബജറ്റിൽ സ്മോൾ മോഡുലാർ റിയാക്ടറുകളുടെ റിസർച്ചിനും നിർമ്മാണത്തിനുമായി 20,000 കോടി രൂപ മാറ്റിവെച്ചു എന്നത് തന്നെ ആണവോർജത്തെ എത്രമാത്രം ഗൗരവമായി രാജ്യം കാണുന്നു എന്നതിന് തെളിവല്ലേ. 2033ഓടെ 200 മെഗാവാട്ട് ശേഷിയുള്ള കുറഞ്ഞത് 5 ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ ഓപ്പറേഷണലൈസ്ഡ് ആക്കാൻ നാം ലക്ഷ്യം വയ്ക്കുന്നു. ഊർജമെന്നാൽ അധികാരമാണ്. ലോകത്തെ ഉള്ളം കൈയിൽ അമ്മാനമാടാനുള്ള അധികാരം. ഊർജാധികാരം ആര് കയ്യിൽ വയ്ക്കുന്നോ അവർ ജിയോ പൊളിറ്റിക്സിലെ പവർ ഇക്വേഷനുകൾ മാറ്റിയെഴുതും. ഊർജത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തിൻ്റെ പരമാധികാരം ഉറപ്പിക്കുക എന്നതാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി നമ്മൾ ചെലവാക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭിക്കാനായാൽ ആ നിമിഷം ഇന്ത്യ ലോകത്തിൻ്റെ അധികാര കേന്ദ്രമാകും. ആണവ റിയാക്ടറുകൾ പുറന്തള്ളുന്ന ആണവ അവശിഷ്ടങ്ങളെ അഥവാ ന്യൂക്ലിയർ വേസ്റ്റിനെ ഇന്ധനമാക്കി മാറ്റുന്ന ടെക്നോളജി ലോകത്തെ ഊർജോൽപാദനത്തിൻ്റെ തലവര മാറ്റും. മറ്റേത് ഊർജ ഉൽപാദനത്തെക്കാളും ആണവോർജം പരിസ്ഥിതി സൗഹൃദമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ എന്നും ഉലയ്ക്കാറുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതിയാണ്. ഇന്ത്യ ഈ എണ്ണ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുമ്പോൾ എങ്ങനെയാണ് അത് എണ്ണയ്ക്ക് പകരമാവുക എന്ന് നോക്കാം. നാളെ തന്നെ നമ്മളങ്ങ് നേടിക്കളയാമെന്നല്ല, പക്ഷേ ഉറച്ച ലക്ഷ്യത്തോടെ ഇന്ത്യ വരച്ചിടുന്ന വലിയ പദ്ധതി എന്താണെന്ന് പറയാം. കേട്ടോളൂ. നിലവിൽ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന് വലിയൊരു ഭാഗം കൽക്കരിയും പ്രകൃതിവാതകത്തെയുമാണ് ആശ്രയിക്കുന്നത്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വരുന്നതോടെ വൻതോതിൽ കുറഞ്ഞ ചെലവിൽ ക്ലീൻ എനർജി ലഭ്യമാകും. വീടുകളിലേക്കും വ്യവസായങ്ങളിലേക്കും ആവശ്യമായ വൈദ്യുതി ആണവോർജം വഴി തടസ്സമില്ലാതെ ലഭിക്കുമ്പോൾ കൽക്കരിയുടെയും മറ്റു ഫോസിൽ ഇന്ധനങ്ങളുടെയും ഉപയോഗം കുറയുന്നു. ഇത് സ്വാഭാവികമായും രാജ്യത്തിൻ്റെ ഊർജ ഇറക്കുമതിയുടെ ഭാരം ലഘൂകരിക്കും. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70% ചെലവാകുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കാണ്. ആണവോർജം വഴി ലഭിക്കുന്ന വൈദ്യുതി ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആണവ നിലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് ചെലവ് ഗണ്യമായി കുറയ്ക്കും.
ഇന്ന് നാം പെട്രോൾ അടിക്കാൻ ചെലവാക്കുന്ന തുകയുടെ 10-1 ചെലവിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കും. നഗരങ്ങളിലെ കാറുകളും ഇരുചക്ര വാഹനങ്ങളും പൂർണ്ണമായും വൈദ്യുതിയിലേക്ക് മാറുന്നതോടെ പെട്രോളിന്റെ ആവശ്യം ഗണ്യമായി കുറയും. എന്നാൽ ലോറികൾ, ബസ്സുകൾ, കപ്പലുകൾ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്ക് ബാറ്ററി അത്ര പ്രായോഗികമല്ല. അവിടെയാണ് ഗ്രീൻ ഹൈഡ്രജൻ വരുന്നത്. ആണവ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ നിർമ്മിക്കാം. ഇത് ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ പുകയ്ക്ക് പകരം പുറത്തുവരുന്നത് നീരാവി മാത്രമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ഉൽപ്പാദകരാകാൻ ഇന്ത്യയെ സഹായിക്കുന്നത് ഈ ആണവ വൈദ്യുതിയാണ്. എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സർക്കാർ ഇപ്പോൾ തന്നെ എത്തനോൾ മിശ്രിതം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷി അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഈ ഇന്ധനം പെട്രോളിന് പകരക്കാരനാകും. വൻകിട വ്യവസായങ്ങൾ ആണവോർജ്ജത്തിലേക്ക് മാറുമ്പോൾ കാർഷിക മേഖലയിലെ ഊർജം ബയോ ഇന്ധന നിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ എണ്ണ ഇറക്കുമതിക്കായി വിദേശത്തേക്ക് ഒഴുകുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയുടെ ആഭ്യന്തര വികസനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ചുരുക്കത്തിൽ, കൽപ്പാക്കത്തെ റിയാക്ടറുകൾ വെറുമൊരു വൈദ്യുതി നിലയമല്ല, മറിച്ച് ഇന്ത്യയുടെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളുടെയും രാജ്യമാകെ പ്രവർത്തിക്കുന്ന ഫാക്ടറികളുടെയും ജീവരക്തമായി മാറാൻ പോകുന്ന ഊർജപ്രവാഹമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണക്കിണറുകളിൽ നിന്ന് ഇന്ത്യയുടെ തീരത്തെ ഒരു ധാതുവിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ മാറാൻ പോവുകയാണ്. അതാണ് ഈ പ്ലാനിലെ വമ്പൻ കളി. അതെന്താണെന്ന് പറയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ള രാജ്യമാണ് ഇന്ത്യ. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വഴി തോറിയത്തെ യുറേനിയം 233 ആക്കി മാറ്റാം. യുറേനിയം 233 എന്താണെന്നറിയാമോ? ലോകമിനി ആശ്രയിക്കാനും വികസിപ്പിക്കാനും പോകുന്ന ഊർജത്തിൻ്റെ മഹാസ്രോതസ്. സാധാരണ ആണവോർജ പ്ലാന്റുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന യുറേനിയം 235-നേക്കാൾ ശക്തൻ. ദീർഘകാല ഊർജോൽപാദനത്തിൻ്റെ ആണിക്കല്ല്. കാരണം യുറേനിയം 233 ഊർജത്തിൻ്റെ മഹാപ്രവാഹത്തെ തുറന്നുവിടും. യുറേനിയം 233 അറിയപ്പെടുന്നത് തന്നെ സൂപ്പർ ഫ്യൂവൽ എന്നാണ്. മറ്റേത് ഊർജോൽപാദന മെക്കാനിസത്തെക്കാളും എത്രയോ അധികം ഊർജം യുറേനിയം 233 ഉണ്ടാക്കും. അതെ, നാളത്തേക്ക് ലോകം തേടുന്ന ഊർജത്തിൻ്റെ ഉറവിടമാണ് യുറേനിയം 233. ഈ യുറേനിയം 233 ഉൽപ്പാദിപ്പിക്കേണ്ടത് തോറിയത്തിൽ നിന്നാണ്. ഈ തോറിയത്തിൻ്റെ ലോകത്തെ ഏറ്റവും അധികം നിക്ഷേപം ഇന്ത്യയിലാണെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ തോറിയം കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലം ഏതാണെന്നറിയുമോ? നമ്മുടെ കേരളം. കൊല്ലം ജില്ലയിലെ ചവറയിലെ തീരത്തടിയുന്ന തിളങ്ങുന്ന ആ ലോഹമണലുകളിൽ നിന്ന് തോറിയം വേർതിരിച്ചെടുക്കുന്നു. വരും നൂറ്റാണ്ടുകളിൽ ലോകം ഊർജത്തിനായി നെട്ടോട്ടമോടുന്ന കൊതിക്കുന്ന അതേ തോറിയം അത് നമ്മുടെ തീരത്ത് അടിഞ്ഞിരിക്കുന്ന കരിമണലാണെന്ന് സാരം. ഇന്ന് ക്രൂഡ് ഓയിൽ ഗൾഫിനെ അനുഗ്രഹിച്ചിരിക്കുന്നത് പോലെ പ്രകൃതി ഇന്ത്യയെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേടിയ ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ തോറിയം ഇത്ര ശക്തമായ ആണവോർജമാക്കി മാറ്റാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഏപ്രിൽ 6 രാത്രി 8:25 കൽപ്പാക്കത്തെ ആണവ റിയാക്ടറിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ പിന്നിട്ട നാഴികക്കല്ല് നൂറ്റാണ്ടിൻ്റെ വിജയമാകുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫോസിൽ ഫ്യൂലായ ക്രൂഡ് ഓയിൽ ഒരിക്കലും വറ്റാത്ത ഇന്ധനമല്ല. അതിന് പരിമിതിയുണ്ട്. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവോർജം നിലയ്ക്കാത്തതാണ്. കാരണം ഓരോ ഊർജോൽപാദനത്തിലും ഇന്ധനവും പുതിയതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അക്ഷയപാത്രം എന്ന് കേട്ടിട്ടില്ലേ? അക്ഷരാർത്ഥത്തിൽ ഇനി ഇന്ത്യ കൈവശം വയ്ക്കുന്ന ഊർജത്തിൻ്റെ അക്ഷയപാത്രമാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് നാം വിജയിപ്പിച്ച പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇത് വ്യാവസായികമായി പ്രവർത്തനക്ഷമമാകുവാനും ഊർജം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങാനും 10-15 വർഷത്തോളം എടുത്തേക്കും. എന്നാൽ ഇന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ട്. അങ്ങനെ സ്വന്തമായി ഇന്ധനം നിർമ്മിക്കുന്നതോടെ നമ്മുടെ വൈദ്യുതി ഉൽപ്പാദന ചെലവ് കുറയും, വൈദ്യുതി നിരക്ക് കുറയും, തടസ്സമില്ലാത്ത വൈദ്യുതി ലഭിക്കുന്നതോടെ വ്യവസായങ്ങൾ വളരും. ഇത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കൽക്കരിയും എണ്ണയും കത്തിക്കാതെ തന്നെ നമുക്ക് ഊർജം ലഭിക്കുന്നു എന്നത് വരും തലമുറയ്ക്ക് ശുദ്ധവായു ഉറപ്പാക്കും. എല്ലാത്തിലുമുപരി നേരത്തെ പറഞ്ഞ പോലെ എണ്ണ ഇറക്കുമതിക്കായി ചെലവഴിക്കേണ്ടി വരുന്ന 12 ലക്ഷം കോടി രൂപയുടെ വലിയ ഭാഗം ഇനി രാജ്യവികസനത്തിനായി ഒഴുകും. ഇതൊരു തുടക്കം മാത്രമാണ്. 2047 ഇന്ത്യയുടെ ആണവ ഊർജ്ജശേഷി 100 ഗിഗാവാട്ടിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി. അക്ഷയപാത്രം പോലെ ഒരിക്കലും അവസാനിക്കാത്ത ഊർജത്തിൻ്റെ ഉറവിടം കൽപ്പാക്കം ആണവ പ്ലാന്റിൽ ജന്മമെടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിലെ റിയാക്ടറുകളെ ജ്വലിപ്പിക്കുന്ന ജീവൻ കേരളത്തിൻ്റെ മണ്ണിലാണ്.
ലോകം മണലാരണ്യങ്ങളിലെ എണ്ണക്കിണറുകൾക്കായി കലഹിക്കുമ്പോൾ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് നമ്മൾ ഭാവി കെട്ടിപ്പടുക്കുകയാണ്. ഇത് ശാസ്ത്രത്തിന്റെ മാത്രം വിജയമല്ല, ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഇന്ത്യ ഇനി അങ്ങോട്ട് ഊർജം ചോദിച്ചു നിൽക്കുന്ന രാജ്യമല്ല, മറിച്ച് ഊർജം സൃഷ്ടിക്കുന്ന ലോകശക്തിയാണ്. ഇനി ടേലന്റ് കൂടി പറയാം. ഇക്കഴിഞ്ഞ യൂണിയൻ ബജറ്റിൽ കേരളത്തിന് പറയത്തക്ക അലോക്കേഷനൊന്നും കിട്ടിയില്ല എന്നായിരുന്നു പരാതി. ആകെ കേരളത്തിനായി ധനമന്ത്രി വകയിരുത്തിയത് ഒരു റെയർ എർത്ത് കോറിഡോർ മാത്രം. ബീച്ച് സാൻഡ് മിനറൽസ് അഥവാ കടൽ തീരത്തെ മണൽ ഖനനം ചെയ്യാനും പ്രോസസ് ചെയ്യാനുമുള്ള ഫെസിലിറ്റിയും അതോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളും മാത്രമടങ്ങുന്ന റെയർ എർത്ത് കോറിഡോർ ആയിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം. തോറിയം നിക്ഷേപം, എനർജി ടെക്നോളജി കൈവശമെന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യം, കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, കൊല്ലം ചവറയിലെ കരിമണൽ, അളവറ്റ ഊർജ സ്രോതസ്, തോറിയം നാളെ ലോകത്തെ എനർജിയുടെ കേന്ദ്രബിന്ദു, കേരളത്തിന് റെയർ എർത്ത് കോറിഡോർ. ഇത് പ്ലാൻ വേറെ പുരിഞ്ചിതാ. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channelIM.com. സ്റ്റാർട്ടപ്പ്, സംരംഭകത്വം, ഡെവലപ്മെൻറ്റ് വാർത്തകൾക്കായി channelIM.com സബ്സ്ക്രൈബ് ചെയ്യുക.